ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബോൾഡ് റോസുകളാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ബോൾഡ് റോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ബോൾഡ് എന്ന് പറഞ്ഞാൽ കനമുള്ളത്. അപ്പോൾ കട്ടി വരുന്ന നല്ല ബോൾഡായിട്ടുള്ള റോസുകളാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു ഫ്ലവർ നമ്മൾ ചെയ്ത് കാണിച്ചായിരുന്നു അല്ലേ, എന്നാൽ അതിൻ്റെ പേര് പറഞ്ഞില്ല. ഇങ്ങനെ ചെയ്യുന്നതെല്ലാം ബോൾഡ് റോസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇവ 5 എണ്ണമായിട്ടും 4 എണ്ണമായിട്ടും 3 എണ്ണമായിട്ടും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ 4, 5, 6 വരുന്ന രീതിയിലാണ് പെറ്റൽസുകൾ വരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഒരു സോള് വരച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് കൊടുക്കുന്ന പെറ്റലിന് കുറച്ച് ഡിഫറൻസ് ഉള്ള ഒന്നാണ്. നമ്മൾ വൈൻസൊക്കെ വരയ്ക്കുന്നത് പോലെ തന്നെയാണ് കൊണ്ടുവരേണ്ടത് കേട്ടോ. പക്ഷെ അതിൻ്റെ അറ്റെത്തുമ്പോൾ ഒന്ന് വളച്ച് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ 3 എണ്ണവും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് സോള് വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ താഴെ ഇതുപോലെ ബലൂണിൻ്റെ ഷേപ്പ് കൊണ്ടുവന്നിട്ട് പിന്നെ 2 ലീഫ് പെറ്റൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകളിലായി ഒരു റൗണ്ട് ഇട്ട് കൊടുത്തിട്ട് അതിലായിട്ട് നമ്മളുടെ ഈ ഒരു പെറ്റൽ വരച്ച് കൊടുക്കുക. ഇങ്ങനെ വരച്ചാൽ ഇത് ഭംഗിയില്ലാത്തതുകൊണ്ട് ഒരു സ്റ്റെമ്മും 2 ലീഫും വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി രണ്ടാമതായിട്ട് നമ്മൾ സോളാണ് വരയ്ക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത മിനി റോസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഹാഫ് റൗണ്ട് വരച്ച് കൊടുക്കാം കേട്ടോ. ഈ ഹാഫ് റൗണ്ട് വരയ്ക്കുമ്പോൾ അടുപ്പിച്ച് വരയ്ക്കുന്നതാണ് കാണാൻ ഭംഗി. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വരച്ചതാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നല്ല പ്രഷർ കൊടുത്ത് തന്നെ ഒരു പെറ്റൽ ഇങ്ങനെ ചെയ്തെടുക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച് കാണിച്ചായിരുന്നു അല്ലേ, അതിൻ്റെ ഇടകളിലായിട്ട് എങ്ങനെ വരച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നുള്ള രീതി കാണിച്ചെന്നായിരുന്നു. ആ ഒരു രീതിയിലാണ് ഈ ഫ്ലവർ ചെയ്തെടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് കണ്ടോ, ചെറുതായിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. അടുപ്പിച്ച് വരയ്ക്കുക, എങ്കിലാണ് കാണാൻ കൂടുതൽ ഭംഗിയായിട്ട് ഇരിക്കുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെയും നല്ല പ്രഷർ കൊണ്ട് തന്നെ ഒരു പെറ്റൽ ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് കൂടുതൽ പെറ്റൽസ് ചെയ്യാം. സാധാരണ ഇത്രയും പെറ്റൽസാണ് കണ്ടുവരുന്നത് കേട്ടോ. ഇനി അടുത്തതായിട്ട് സോള തന്നെയാണ് വരയ്ക്കുന്നത് കേട്ടോ. ഇനി വീണ്ടും മിനി റോസ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത റോസിൻ്റെ പല പല വേർഷൻസാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇവിടുത്തെ മുകളിലത്തെ പെറ്റലിനാണ് ഡിഫറൻസ് വരുന്നത്. ഇനി നല്ല പ്രഷർ കൊടുത്ത് തന്നെ അതിൻ്റെ ഒരു സെൻറ്റർ എത്തുമ്പോൾ ആ ഒരു മുനമ്പിട്ട് കൊടുക്കണം കേട്ടോ. ഇനി നേരത്തെ വരച്ചതുപോലെ തന്നെ വരച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഹാഫ് റൗണ്ട് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയും കുറേ പ്രാവശ്യം വരച്ച് ബോറടിപ്പിക്കേണ്ട എന്ന് കരുതിയാണ് വരയ്ക്കാത്തത്. പിന്നെ 2 ഇതുപോലെ വരച്ച് കൊടുക്കട്ടെ. അതിൻ്റെ നടുവിലെത്തുമ്പോഴാണ് നിർത്തി കൊടുക്കേണ്ടത്. ഇനി 5ാമത്തത് ഇതുപോലെ തന്നെ വരച്ച് കൊണ്ടുവരിക. എന്നിട്ട് ഉണ്ടോ, മുകളിലത്തെ ആ ഒരു റൗണ്ട് പോലെയാണ് വരേണ്ടത്. അടുത്തതായിട്ട് ആ ഒരു സോളിൻ്റെ മുകളിലായിട്ട് ഹംസ് വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ. വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഏഴാമതായിട്ട് ഒരു സോള് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് ഹംസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ വരച്ചില്ല ആ
ഒരു രീതിയിലുള്ള പെറ്റലാണ് വരച്ചെടുക്കുന്നത് കേട്ടോ. എട്ടാമതായിട്ട് ഒരു സോള തന്നെയാണ് വരച്ചെടുക്കുന്നത്. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഇതുപോലെ 3 ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ മിനി റോസ് ചെയ്തില്ല, അതിൻ്റെ 3 ചെയ്തെടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നേരത്തെ ഗോൾഡ് റോസ് ചെയ്തപ്പോൾ കൊടുത്തതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കണ്ടോ ഇതുപോലെ ജോയിൻ ചെയ്ത് അതിൻ്റെ ഇടകളിൽ എത്തുമ്പോൾ ആ ഒരു മുനമ്പൊക്കെ കൊടുത്ത് വേണം നമ്മൾ ഒരു പെറ്റൽ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ആ പെറ്റലെല്ലാം ഫില്ല് ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് ഒരു സോള വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുകളിലത്തെ ആ ഒരു പെറ്റൽ കുറച്ച് വിട്ട് ചെയ്യാം കേട്ടോ. 3 ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് കണ്ടില്ലേ, നല്ല പ്രഷർ അപ്ലൈ ചെയ്ത് തന്നെ ആ ഒരു പെറ്റലിനെ ഇങ്ങനെ വരച്ച് കൊണ്ടുവരിക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആ ഭാഗത്ത് കുറച്ച് മുനമ്പ് പോലെ കൊടുക്കണം, കണ്ടോ. ഇനി നമുക്ക് ഇങ്ങനെ അല്ലാതെ കണ്ട ഔട്ട്ലൈൻ വരച്ചിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ലൈൻ വരച്ചിട്ടും കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 3 രീതിയുണ്ട് അല്ലേ. അപ്പോൾ 3 രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 10ാമതായിട്ട് കുറച്ച് വാലോട് കൂടിയ ഒരു സോള വരച്ച് കൊടുത്തിട്ട് കണ്ടോ, ഒരു സൈഡിൽ ലീഫിൻ്റെ പോലത്തെ പെറ്റലും മറു സൈഡിൽ ഒരു പെറ്റലും വരച്ച് കൊടുത്തിട്ട് മുകളിലായിട്ട് ഹാഫ് റൗണ്ട് പോലത്തെ പെറ്റലും വരച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഇതുപോലത്തെ 2 പെറ്റലുകളാണ് വരച്ച് കൊടുക്കുന്നത് കേട്ടോ. താഴെയായിട്ട് 2 ലീഫ് പെറ്റൽ വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലായിടം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തെടുക്കുന്ന ഒരു ഫ്ലവർ തന്നെയാണ് കേട്ടോ. ഇതിൽ 3 ലീഫാണ് വന്നിട്ടുള്ളത് താഴെയായിട്ട്. പിന്നെ ഒരു ഡോട്ടും വരുന്നുണ്ട് നടുക്ക്. 12ാമതായിട്ട് ഒരു റൗണ്ട് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തായിട്ട് ചെറിയ റൗണ്ട്സ് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡാർക്കിങ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലത്തെ 2 പെറ്റൽ സൈഡിലായിട്ട് വരച്ച് കൊടുക്കുക. മുകളിലായിട്ട് ഇതുപോലത്തെ 2 പെറ്റൽസ് വരച്ച് കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഇതും ചെയ്തെടുക്കുന്നത്. പിന്നെ 3 ലീഫാണ് വരച്ചിട്ടുള്ളത്. എന്നിട്ട് സൈഡിലായിട്ട് ചെറിയ വൈൻസുകൾ വരുന്നുണ്ട്. അത് ഏറ്റവും ചെറുതായിട്ടേ ചെയ്യാവുള്ളൂ, കണ്ടോ. പിന്നെ സൈഡുകളിലായിട്ട് വൈൻസ് വരുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഡോട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഫില്ല് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു സോള തന്നെയാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് 3 ഇതുപോലത്തെ പെറ്റൽസ് വരച്ച് കൊടുക്കുക. എന്നിട്ട് സൈഡിലായിട്ട് ഇതുപോലെ കണ്ടോ അതിൻ്റെ ആ ഒരു മുനമ്പ് പോലെയൊക്കെ താഴെ കൊണ്ടുവരണം. എന്നിട്ട് സൈഡിലായിട്ട് 2 പെറ്റൽ മുകളിലായിട്ട് പെറ്റലുകളും ഇതുപോലെ വരച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ജോയിൻ ചെയ്ത് നമുക്ക് തന്നെ ഒരു റോസ് ഫ്ലവർ പോലെ ആക്കി എടുക്കാം. എന്നിട്ട് 2 ടിയർഡ്രോപ്സിൻ്റെ പോലത്തെ ഷേപ്പും ലീഫിൻ്റെ ഷേപ്പും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഭംഗിയാക്കാൻ വേണ്ടി 2 ലീഫും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 14ാമതായിട്ട് ഒരു സോള വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കണ്ടോ കുറച്ച് ഇടവിട്ട് നമ്മൾ നേരത്തെ ചെയ്തെടുത്തതുപോലത്തെ റോസാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ആ ഒരു റോസിൻ്റെ ഷേപ്പ് എത്തുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെയുള്ള ലീഫ് പെറ്റൽസ് വരച്ച് കൊടുക്കാം. എന്നിട്ട് ആ ഒരു പെറ്റലിനെ ഒന്ന് നന്നായിട്ട് ബോൾഡാക്കി കൊടുക്കാം.
എന്നിട്ട് ആ ലീഫിൻ്റെ സൈഡുകളിലൊക്കെ ഷെയ്ഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി 15ാമതായിട്ട് ഒരു സോള തന്നെയാണ് വരച്ചെടുക്കുന്നത്. എന്നിട്ട് സൈഡിലായിട്ട് ഇതുപോലെ പെറ്റൽ വരച്ചു കൊടുക്കുക. അതിൻ്റെ താഴെയായിട്ട് ഇതുപോലത്തെ പെറ്റലുകൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് നീട്ടി തന്നെ പെറ്റൽ വരച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലത്തെ ഷേപ്പിൽ പെറ്റൽസുകളാണ് വരച്ചെടുക്കുന്നത്. താഴെ കുറച്ച് വിടവ് പോലെ കൊടുക്കണം. ഇനി പെറ്റലിനെ ഒന്ന് ഡാർക്ക് ചെയ്തെടുക്കാം. ഇനി താഴെയായിട്ട് വരുന്ന ആ ഒരു വിടവിൽ നമ്മൾ നീട്ടിയുള്ള വൈൻസ് പഠിച്ചല്ലേ, ആ ഒരു ലീഫാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി 16ാമതായിട്ട് ഒരു സോള തന്നെയാണ് വരച്ചു കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലുള്ള പെറ്റലുകൾ വരച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് ഇടവിട്ടിട്ട് വേണം വരയ്ക്കാൻ. എന്നിട്ട് അതിൻ്റെ ഇടകളിലായിട്ട് കണ്ടില്ലേ ഇതുപോലെയുള്ള ഹാഫ് റൗണ്ടുകൾ വരച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു ലീഫ് പോലത്തെ പെറ്റലുകൾ വരച്ചു കൊടുക്കുക. ഇനി ആ ഒരു നടുവിലുള്ള ആ ഭാഗം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. എന്നിട്ട് മുകളിലായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ഔട്ട്ലൈൻ ഒന്ന് ഡാർക്കാക്കി കൊടുക്കാം കേട്ടോ. ഈ ബോളിൽ ഫ്ലവേഴ്സ് കൂടുതലായും കാണുന്നത് ഗൾഫ് എലമെൻസിലാണ്. അതുകൊണ്ട് ഇവയെ ഗൾഫ് റോസ് എന്നും പറയാറുണ്ട്. അപ്പോൾ ബോൾഡായിട്ടുള്ള വരുന്ന എലമെൻസൊക്കെ കൂടുതലായിട്ടും ഗൾഫ് എലമെൻസ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. 17ാമതായിട്ട് 4 ലവ് പെറ്റൽസ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് റൗണ്ട്സ് വരച്ചു കൊടുക്കുക, ഹാഫ് റൗണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ലീഫിൻ്റെ ആ ഒരു ഷേപ്പിലുള്ള പെറ്റൽസ് വരച്ചു കൊടുക്കുക. ഇനി മുകളിലായിട്ട് വരുന്ന ആ ഒരു ഭാഗം ഫില്ല് ചെയ്തെടുക്കുക. എന്നിട്ട് താഴെയുള്ള ആ ലവ് ഷേപ്പ് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ. ഈ സൈഡിലായിട്ട് 2 വൈൻസും ഒരു ടിയർ ഡ്രോപ്സും പോലെയുള്ള ഒരു ബേസിക് രൂപം വെച്ചിട്ട് അതിനൊന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് മറ്റേ രീതിയിലും ചെയ്തെടുക്കാം. നമ്മളിതൊക്കെ കാണിച്ചിട്ടുള്ളതല്ലേ, ഇങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ടൊരു സോള് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 ലീഫ് പെറ്റൽ വരച്ച് കൊടുക്കുക. മുകളിലായിട്ട് 2 ഇതുപോലത്തെ പെറ്റൽസുകൾ വരച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സൈഡിലായിട്ട് കുറച്ച് നീട്ടി തന്നെ ഇതുപോലത്തെ പെറ്റൽസുകൾ വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് പെറ്റലുകൾ വരച്ച് കൊടുക്കുക. ഈ 2 ലീഫ് പെറ്റൽ വരച്ച് ഒരു സ്റ്റെമ്മും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഫില്ല് ചെയ്തെടുക്കാം. പത്തൊമ്പതാമതായിട്ട് ഒരു സോള് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടും ഇതുപോലെയൊക്കെ ഉള്ള പെറ്റൽസുകൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെയുള്ള കുറച്ച് വേവി ആയിട്ടുള്ള പെറ്റൽസാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ആ ഒരു ഭാഗങ്ങളെല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇങ്ങനെ വരയ്ക്കുമ്പോൾ അടുപ്പിച്ച് വരയ്ക്കാൻ ശ്രദ്ധിക്കുക, അപ്പോഴാണ് കൂടുതൽ ഭംഗി കിട്ടുന്നത് കേട്ടോ. 20ാമതായിട്ട് ഇങ്ങനെ ഒരു സോള് വരച്ച് കൊടുത്തിട്ട്
അതിൻ്റെ സൈഡിലായിട്ട് 2 പെറ്റൽസും അതിൻ്റെ സൈഡുകളിലായിട്ട് 2 ലീഫ് പെറ്റൽസ്, അതിൻ്റെ താഴെയായിട്ട് 2 ലീഫ് പെറ്റൽസ്, മുകളിലായിട്ടൊരു ലീഫ് പെറ്റലും താഴെയായിട്ടൊരു സ്വേളിൻ്റെ രൂപത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് ഒരു ലവ് പെറ്റൽസാണ് വരച്ചെടുക്കുന്നത്. എന്നിട്ട് അതിനൊരു ഔട്ട്ലൈൻ കൊടുക്കുക ഇങ്ങനെ, അത് നടുവിലായിട്ട് വരച്ചിരിക്കുന്ന ആ ഒരു റോസിന്. എന്നിട്ട് ബാക്കിയുള്ള ആ ഒരു ലവ് ഷേപ്പിലെ പെറ്റൽസ് എല്ലാം ഫില്ല് ചെയ്തെടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട്, ഈ ലവ് ഷേപ്പിൻ്റെ മുകളിലായിട്ട് ഒരു ഔട്ട്ലൈനും കൂടി വരച്ചു കൊടുക്കണം കേട്ടോ. ഇനി അടുത്തതായിട്ട് കുറച്ച് ടെയിലുള്ള ഒരു സോളാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് കണ്ടില്ലേ, അതിൻ്റെ മുകളിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന് ആ ടെയിലിൽ അവസാനിപ്പിക്കുക. എന്നിട്ട് താഴെ ഇതുപോലത്തെ പെറ്റൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സോളിനെ നീട്ടിയിട്ട് കുറച്ച് പെറ്റൽസുകൾ ഇങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. സൈഡുകളിലായിട്ട് ഇതുപോലത്തെ പെറ്റൽസാണ് ചെയ്തെടുക്കുന്നത്. മുകളിലായിട്ട് 2 റൗണ്ട് പോലത്തെ പെറ്റൽസും താഴെയായിട്ടൊരു സ്റ്റെമ്മും അതിൻ്റെ സൈഡുകളിലായിട്ട് ഒരു ലീഫ് പോലെ വരുന്ന രീതിയും ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള എല്ലാം ഭാഗം ഫില്ല് ചെയ്തെടുത്തിട്ട് 2 ലീഫും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് കുറച്ച് വൈഡായിട്ടുള്ള ഒരു സോളാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് കണ്ടില്ലേ, ഇതുപോലെ ആ ഒരു പെറ്റൽ ജോയിൻ ചെയ്തെടുക്കുക. സൈഡിലായിട്ട് ഇതുപോലെയുള്ളൊരു പെറ്റൽ കൊടുക്കുക. എന്നിട്ട് മുകളിലായിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്ന ഹാഫ് റൗണ്ട് പെറ്റൽ ചെയ്തെടുക്കുക. സൈഡിലായിട്ടും അതുപോലെയുള്ള ഒരു ഹാഫ് റൗണ്ട് പെറ്റലാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ആ ഒരു ഷേപ്പിൽ കറക്റ്റ് ചെയ്ത ഒരു റോസ് ഫ്ലവറിൻ്റെ ഷേപ്പാക്കി എടുക്കുക. താഴെയായിട്ട് സ്റ്റെം വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 ലീഫും വരച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഒരു സോള് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനും കുറച്ച് ടൈലുള്ള സോളാണ്. ഇനി അതിൻ്റെ താഴെയായിട്ട് 2 ലീഫ് പെറ്റലും മുകളിലായിട്ട് ഇതുപോലത്തെ പെറ്റലും വരച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് പെറ്റലുകൾ ഇതുപോലത്തെ പെറ്റൽ വരച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ വരച്ചതല്ലേ. അതിൻ്റെ ഒരു നടുവിൽ ഡോട്ട് വരുന്നുണ്ട്. അത്ര മാത്രമാണ് കേട്ടോ, കുറച്ച് വലിയ ഡോട്ടാണ് മാത്രം. പിന്നെ 24ാമതായിട്ട് ഇതുപോലെയുള്ള ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സോള് വരച്ചിട്ട് അതിൻ്റെ സൈഡുകളിലായിട്ട് ഇതുപോലത്തെ പെറ്റൽ ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് മുകളിലായിട്ട് ഹാഫ് റൗണ്ട് പോലത്തെ പെറ്റൽ കൊടുത്തിട്ട് സൈഡിലായിട്ട് ഇതുപോലത്തെ പെറ്റൽ ചെയ്തെടുക്കുക. എന്നിട്ട് സൈഡുകളിലായിട്ട് ജോയിൻ ചെയ്ത് വരുന്ന രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഇത് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ നടുവിലുള്ള ആ ഒരു ഭാഗം മാത്രം നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്യണം. എന്നിട്ട് ബാക്കിയുള്ള പെറ്റൽസ് എല്ലാം നമുക്കൊരു ഫ്ലവറിൻ്റെ ആ ഒരു റോസ് ഫ്ലവറിൻ്റെ ആ ഒരു രൂപം കിട്ടുന്നത് വരെയൊക്കെ നമുക്ക് ഫ്ലവർ നീട്ടിയും വളച്ചും തിരിച്ചും ഒക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സുമായി നാളെ കാണാം. ടാറ്റാ.